ഉയിർപ്പ് കാലം 1-ാം വ്യാഴം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്കുകളുടെ വിശകലനം. പ്രതിഫല വാഗ്ദാനം. സുവിശേഷ പ്രഘോഷണം വളരെ പ്രയാസമേറിയ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകത്തിന് ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു സന്ദേശമാണ് സുവിശേഷം. ശത്രുക്കളെ സ്നേഹിക്കുക, 70 പ്രാവശ്യം ക്ഷമിക്കുക, നമുക്ക് നഷ്ടമുണ്ടായാലും അവരിനു വേണ്ടി സ്വയം വിട്ടുകൊടുക്കുക തുടങ്ങിയ ഏറെ അപ്രായോഗികമായ നിലപാടുകളാണ് സുവിശേഷത്തിലുള്ളത്. അങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ജീവിച്ചു വരുമ്പോൾ നാം അറിയാതെ അത് സുവിശേഷ മൂല്യങ്ങൾക്ക് എതിർദിശയിലേക്ക് മാറുന്നു. സുവിശേഷ ശൈലിയെന്ന് നാം കരുതുന്ന ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിലും എതിർസാക്ഷ്യമായി പരിണമിക്കുന്നു. ഇതിനെക്കുറിച്ച് അവബോധമുണ്ടായിട്ടും അതിൽ നിന്ന് പിൻവാങ്ങാൻ നമുക്ക് കഴിയും. എന്നാൽ കണിശമായി സുവിശേഷ മൂല്യാനുസൃതം ജീവിക്കുന്നവരെ കാണുമ്പോൾ പുച്ഛിക്കാതെ അവരെ ബഹുമാനത്തോടെ കാണുന്നതും അംഗീകരിക്കുന്നതും സഹായ സഹകരണങ്ങൾ നൽകുന്നതും സുവിശേഷ വേല തന്നെയാണെന്നുള്ള ശുഭവാർത്തയാണ് ഇന്നത്തെ സുവിശേഷം. ഈ ചെറിയവരിൽ ഒരുവന്, ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരും വില വയ്ക്കാത്തവരൊക്കെ ചെറിയവരാണ്. സ്വർഗീയ മൂല്യത്തെക്കുറിച്ച് പറയുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരും ചെറിയവരാണ്. ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകത്വം ഉള്ളവരായതുകൊണ്ടാണ് അവർ ലൗകിക മാനദണ്ഡങ്ങൾക്ക് വിധേയപ്പെടാത്തത്. ആരും വിലവയ്ക്കാത്ത ഒരു ശിശുവിനെ ചൂണ്ടി, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു. നന്മ മാത്രമായ ദൈവത്തോട് ചേർന്ന് നന്മയുള്ളവരാവുക, നന്മയുള്ളവരെ അംഗീകരിക്കുക, നാം ദൈവിക പാതിരാണെന്ന് ചുരുക്കം. ആമേൻ.